ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 9 CBSE സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ സിസ്റ്റംസിലെ ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 3² ഇൻറ്റു 3³ ഓക്കെ. അപ്പോൾ ഇത് ഏതൊരു ലോ ആയിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക? a⁻m ഇൻറ്റു a⁻n ഫോമിലാണ് ഇതുള്ളത്. അവിടെ ബേസ് 3 ആണ്, എക്സ്പോണൻസ് ആയിട്ട് വരുന്നത് 2ഉം 3ഉം ആണ്. ഓക്കെ, m 2ഉം n 3ഉം ആയിട്ടാണ് വരുന്നത്. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. അപ്പോൾ 3² + 3 എന്ന് വരും. 3/5 ആണ് ആൻസർ വരിക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 5² ഓക്കെ. അപ്പോൾ ഇത് ഏതൊരു ലോ ആയിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? a⁻m n = a⁻mn. ഓക്കെ, അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 5 ആണ്, m എന്ന് പറയുന്നത് 2ഉം n 3ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പം 5/2 × 3 5/6 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. 2³ ÷ 2⁻7. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻m ÷ a⁻n ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കതിനെ a⁻m - n എന്ന് എഴുതാം. ഇവിടെ m എന്ന് പറയുന്നത് 3ഉം n 7ഉം a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2⁻3 - 7 എന്ന് എഴുതാം. 2⁻3 - 7 എത്രയാണ്? -4. അപ്പോൾ 2⁻ -4 ആണ് ആൻസർ വരിക. ഇതിനെ നമുക്ക് 2⁻4നെ 1/2⁴ എന്ന് മാറ്റി എഴുതാൻ പറ്റും. കാരണം ഇത് a⁻n ഫോമിലാണുള്ളത്. a⁻n എന്ന് പറയുന്നത് 1/a⁻n ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2⁵ ഇൻറ്റു 5⁵ എന്നാണ്. ഇത് a⁻m ഇൻറ്റു b⁻m ഫോമിലാണ്. ബേസ് ഡിഫറെൻ്റ് ആണ്, എക്സ്പോണൻ്റ് ആണ് സെയിം ആയി വരുന്നത്. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആണ്? ab⁻m ഈക്വൽ ആണ്. 2 × 5⁵ എന്ന ഫോമിലേക്ക് അത് ചേഞ്ച് ആവും. ഓക്കെ, ab⁻m എന്നുള്ളത് 2 × 5⁵ എന്നുള്ള ഫോമിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ 10⁵ ആണ് ആൻസർ ആയിട്ട് വരിക. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്